പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ ഒരു അനുഭവമാണോ? ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടില്ലെന്നോണില്ലേ? എന്താണ് നമ്മളുടെ മനുഷ്യവംശത്തിൽ മുഴുവനും ആവശ്യമായിട്ടൊരു കാര്യം? അവർ നിത്യരായ മനുഷ്യരാണെന്നുള്ള ബോധ്യമുണ്ടാകുക. ആർക്കുണ്ടാകണം? എല്ലാ ജാതി മതസ്ഥർക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണിത്. ലോകമെമ്പാടുമുള്ള എല്ലാവരും, പ്രത്യേകിച്ച് പുനർജന്മത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവനിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ അവർക്ക് നിത്യജീവനുണ്ട്. ദൈവം അവരെ സൃഷ്ടിച്ചേക്കുന്നത് നിത്യതയുള്ള ആത്മാവോട് കൂടിയാണ്. എന്ത് കാര്യമാണതില്ലേ? അപ്പോൾ നമ്മൾ തന്നെ അതിൽ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് അത് വളരെ ആവശ്യമാണ്. അതാണ് നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളിൽ ആർക്കെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മളുടെ ജീവിതം നിത്യതയിലാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞോ? എപ്പോൾ തുടങ്ങി? മാമോദീസ സ്വീകരിച്ചപ്പോൾ മുതൽ നമ്മുടെ ജീവിതം നിത്യതയിലാണ്. അങ്ങനെയുള്ള ആ ജീവിത അതിൻ്റെ വീര്യമാണ് പുളിപ്പ് മാതിരി മറ്റുള്ളവരിലേക്ക് പകരേണ്ടത്. നമ്മളത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് പുളിപ്പായി എങ്ങോട്ട് പടരും? ഈ ഭാരതവാസികളിലെല്ലാം പടരും. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ പലരും മുൻപ് ഹിന്ദുക്കളായിരുന്നവർ പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയണത് എന്താ? ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നീടല്ലേ ഇപ്പോഴല്ലേ മനസ്സിലായത് യേശുക്രിസ്തു എല്ലാ ജാതി മതസ്ഥരുടെയും കൂടിയാണ്. മനസ്സിലായത്? എന്ന പോലെ പലരും എന്താ പറയുക, ഈ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നവരുണ്ട്. പക്ഷേ വാസ്തവത്തിൽ പുനർജന്മം എന്നൊന്നില്ല. കാരണം അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യതയിലേക്കാണ്. അവർ മരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പുനർജനിക്കുക? അവർ നിത്യതയിലാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയ ഒരു പോയിൻ്റാണെന്ന് തോന്നുന്നു. അതിവിടെ വെച്ച് ക്യാമറയിൽ ഇത് പിടിക്കണ്ടേ? ഇത് നമുക്ക് അമേരിക്കയിലെ കാണിച്ചു കൊടുക്കാനാണ് ഈ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ഇത്ര മനോഹരമായിട്ട് ഫ്ലവർ വാസ് ഉണ്ടാക്കിയതില്ലേ? ലോകം മുഴുവനും കാണണ്ടേ കർത്താവിൻ്റെ? ഓക്കെ. അപ്പം നമ്മളിനി തനത് വിധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. തനത് വിധി എന്തുകൊണ്ടാണ് ആവശ്യം? 1022 പറയുകയാണ്, ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കണം. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് 1-2 കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഒന്ന്, ഈശോ നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകൾ. ഈശോ നല്ല കള്ളനോട് എന്ത് പറഞ്ഞു? ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലുണ്ടായി. അപ്പം അവനെ സംബന്ധിച്ച് തനത് വിധി അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരു തനത് വിധിയുണ്ട്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? കാരണം എന്താ? നമ്മൾ യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനോടുകൂടി ഒന്നായിരിക്കുകയും യേശുവിൻ്റെ ശരീരരക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വിധിയില്ല. നമ്മൾ യേശുവിനോടൊപ്പമാണ് ഇവിടെയും. മരിക്കുമ്പോൾ യേശു നമ്മളെ യേശുവിനോടൊപ്പം കൊണ്ടുപോവുകയാണ്. മനസ്സിലാവണ്ട? വിധി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അടുത്ത പോയിന്റാണ് സ്വർഗം. എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? അതും ഒരു സ്ഥലമല്ല, ഈ ആകാശത്തിന് മുകളിലുള്ളൊരു സ്ഥലമല്ല സ്വർഗം. സ്വർഗം എന്നത് പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം. കന്യാമറിയാം
തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. മനസ്സിലായോ? ത്രിത്വത്തോടും മാലാഖമാരോടും സകല വിശുദ്ധരോടും കന്യാമറിയത്തോടും സകല വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. ഇതാണ് സെയിന്റ് അഗസ്റ്റിൻ എല്ലാം പറയുന്നത്. ഓ ആർട്ട് ദൗ ക്രിയേറ്റഡ് മീ ഫോർ ദൈ, ടിൽ ഐ റീച്ച് യു മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ്. എങ്ങനെയാണ് മലയാളത്തിൽ? അങ്ങേക്കായി ഇല്ല, അങ്ങയിൽ പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ്. അതിന് മുമ്പുള്ളതാ ദൈവമേ, എന്നെ നീ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. സ്വർഗം എന്ന ആ ത്രിത്വമായിട്ടുള്ള ലയനത്തിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗാഡ് ക്രിയേറ്റഡ് അസ് ഫോർ ഗാഡ്. അതൊന്ന് മനസ്സിലാക്കിയേ. ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവവുമായിട്ട് ഒന്നുചേരാൻ വേണ്ടി സൃഷ്ടിച്ചു. ദൈവത്തുമായിട്ട് ഒന്നിച്ച് വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഇതാണ് സത്യം. അതിനിടയ്ക്ക് എന്തെല്ലാം പിശാച് എന്തെല്ലാം കെണി കാണിച്ചാൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ നമ്മളെ ഈശോയുടെ ഹൃദയത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ അവിടുന്നിൽ ജീവിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു അഥവാ കണ്ടെത്തുന്നു. തൻ്റെ മരണവും ഉത്ഥാനവും വഴി 1026 യേശുക്രിസ്തു നമുക്കായി സ്വർഗം തുറന്നു. ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടും കൂടി സ്വന്തമാക്കുന്നതിലാണ് അനുഗ്രഹീതരുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത്. അവിടുന്നിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാക്കുന്നു. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. ഏതാണ്ട് അവിടെ ഇരിക്കുന്ന മാതിരിയാ തോന്നണേ ഇപ്പം നമുക്കില്ലേ? എന്താ വ്യത്യാസം കണ്ടോ? നമ്മൾ അവിടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അവിടുന്നിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാണ്. ഈ സുറിയാനി കുർബാനയിലെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ സാവധാനം പ്രാർത്ഥിക്കണം. നമ്മളൊരു ദിവസം ഈ കുർബാന പുസ്തകം ഒന്ന് വീട്ടിൽ വെച്ചൊന്ന് വായിച്ചു നോക്കണം. വീട്ടിൽ വെച്ച് കേട്ടോ, മുഴുവനൊന്ന് വായിച്ചു നോക്കണം. സ്വർഗരാജ്യത്തിലെ വിശ്വാസം വഴി കർത്താവ് വിശ്വസിച്ചായിട്ട് ചരിത്രം സ്വീകരിക്കാൻ തിരുസഭകളെ ക്ഷണിക്കുന്നു. കുർബാനയിൽ ഇങ്ങനെ പിള്ളേർ അൽത്താരപാലന്മാർക്ക് അവർക്ക് ഏറ്റവും ഒച്ചയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു വിടാണ് നമ്പർ. എന്ത് മനസ്സിലായി പറയും. അതുകൊണ്ട് കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കണം. മോനെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്. നീ മാലപ്പടക്കത്തിന് തീ കൊടുത്തമാതിരി
എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. വളരെ വലിയ അർത്ഥവ്യാപ്തിയുള്ള കാര്യങ്ങൾ നമ്മൾ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ അങ്ങ് അടിച്ച് പൊളിക്കാൻ. എന്താ പറഞ്ഞത്? സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. ഏത് സ്വർഗരാജ്യം? ഈ പറയുന്ന മരണാനന്തരം നമ്മൾ കർത്താവിൻ്റെ വലതുഭാഗത്ത് ഒരുമിച്ചിരിക്കും എന്ന പ്രതീക്ഷയോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാവുന്ന തീക്കട്ട എന്ന് പറഞ്ഞിട്ടാണ് തരണം. തീക്കട്ട. അപ്പോൾ ഇത് നമ്മളെ സ്വർഗരാജ്യത്തിൽ നിത്യമായ ജീവിതം നൽകുന്ന വലിയ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നമുക്ക് കിട്ടുന്നത്. എന്താ വിചാരിച്ചേക്കണേ? വിശ്വാസപൂർവം എവിടെ പോയി? നമ്മുടെ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ നല്ല കള്ളനോടൊപ്പം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം പ്രദാനം ചെയ്യണം. ഞാൻ ഇത്തിരി മാറ്റി എന്ന് പറഞ്ഞത് ഇത് അച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസപൂർവ്വം നമ്മൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പുറത്ത് യുഗങ്ങളുടെ രാജാവേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സത്യമാണിതൊക്കെ. 33 പ്രാവശ്യം നമ്മുടെ സുറിയാനി കുർബാനയിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും പുറത്ത് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു കുദാശയാണിതെന്നും നിങ്ങളീ പങ്കെടുത്ത. എന്നിട്ടും പള്ളിയിലത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കർത്താവേ എനിക്കറിയാൻ പാടില്ല, ഒന്ന് അങ്ങ് ചത്താൽ മതിയായിരുന്നു ഇങ്ങനത്തെ നരകം. ഒരു പ്രത്യാശയില്ലാതെ നിരാശയിൽ നമ്മൾ ജീവിക്കണം. ഓക്കെ. അപ്പോൾ സ്വർഗം നമ്മുടെ സാധാരണ അവകാശമാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകും. നല്ല കള്ളൻ വരെ സ്വർഗത്തിൽ പോകാന്നുണ്ടെങ്കിൽ പിന്നെയാണോ മാമോദീസ സ്വീകരിച്ച ആൾ? പറയും. നല്ല കള്ളൻ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? അയാൾ എങ്ങനെ സ്വർഗത്തിൽ പോയി? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാമോദീസ സ്വീകരിച്ച് ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവരും ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരുടെ എന്താ അവസ്ഥ? പറയും. ഗ്യാരണ്ടിയാണ്. വിശ്വസിക്കാൻ പറ്റില്ല. തോമസ് പോൾ ഇങ്ങനെയൊക്കെ പറയൂട്ടാ. വേറെ വലിയ വലിയ ആൾക്കാർ പറയണത് സംശയമാണെന്നാണ്. അപ്പോൾ ഇതാ വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് ഈ കാണപ്പെടാത്ത മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ ഈ കാര്യങ്ങൾ പൂർണ്ണമായ ഉറപ്പാണ്. അത് പൂർണ്ണമായ ഉറപ്പാണ്. ആ ഉറപ്പിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് മല മാറുമെന്ന് പറയണത്. അല്ലാണ്ട് ആർക്കറിയാം, ഞാൻ തന്നെ പോകുമെന്ന് അറിഞ്ഞൂടാ, പിന്നെയാണ് ബാക്കിയുള്ളവരെ സ്വർഗത്തിൽ കയറ്റാൻ പ്രാർത്ഥിക്കണേ. പറയൂ, നമ്മൾ തന്നെ സ്വർഗത്തിൽ പോകുമെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ എന്ത് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെല്ലണേ? പറയും. ഓ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, ആദ്യം ഞങ്ങൾ രക്ഷിക്കണം, മേലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരൻ്റെ ഏറ്റവും കൂടുതൽ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. ആർക്കറിയാം നമ്പരാനെ എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കണേ? പറയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ പ്രാർത്ഥനയുടെ വാക്കുകളല്ല ഇമ്പോർട്ടൻ്റ്, എന്ത് വിശ്വാസത്തിലാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയുമ്പോൾ വിമർശനം തോന്നിയേക്കാം, ചിലത് അങ്ങനെ തോന്നും. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? വിമർശിക്കാൻ വേണ്ടിയല്ല. ഒരാളിങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, അത് തോന്നണം 33 പ്രാവശ്യം ഇന്നത് ചെയ്തു, അല്ല ഇത്ര പ്രാവശ്യം സ്വർഗത്തിനായ പിതാവ് ഇത്ര പ്രാവശ്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, ആ ശതാധിപൻ എന്താ പറഞ്ഞത്? കർത്താവേ, അങ്ങ് ഒരു പ്രാവശ്യം
പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കണ്ടോ, കർത്താവ് വിശ്വസിച്ച് എന്ത് പറഞ്ഞു? ഇതുപോലെ ഒരു വിശ്വാസം ഞങ്ങളുടെ കേരളത്തിൽ പോലും കണ്ടിട്ടില്ല. ഇതുപോലെയുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും, അതായത് യഹൂദ ജനങ്ങളുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ല. അബ്രാഹത്തിൻ്റെ മക്കളുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആളുകൾക്ക് ദൈവം വിശ്വാസം കൊടുക്കുന്നുണ്ടല്ലോ. ഒരു വിജാതീയനായ ക്രിസ്ത്യാനിയാണോ അയാൾ, യഹൂദനാണോ അല്ല, അയാൾക്ക് വിശ്വാസം വന്നേക്കണം. എന്തോരം ഹിന്ദുക്കളാണ്, എന്തോരം മുസ്ലിമുകളാണ്, എന്തോരം അന്യജാതിക്കാരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശണം. അപ്പം നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത്. പ്രധാനമായിട്ട് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം. നമ്മൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് വിശ്വസിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത് കർത്താവ് കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് പറയും അവിടെ ഇരുന്നോ നിങ്ങൾ, കാരണം അന്ധരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും, അതുകൊണ്ട് അവരെ വിട്ടേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയല്ല. നമുക്ക് വേണ്ടത് കൂടുതൽ കരുത്തുള്ള വിശ്വാസമാണ്. ഈ കൊച്ചുറേച്ചിയൊക്കെ 3.5 വയസ്സിൽ അമ്മയോട് പറഞ്ഞെന്താ? അമ്മ വേഗം ചത്ത് സ്വർഗത്തിൽ പോയിക്കൂടെ? ഇവിടെ കിടക്കണ എന്തിനാണത്? ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടണ എന്തിനാ? അമ്മ വേഗം മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ? എന്ത് സുഖം അവിടെ. നമ്മൾ ആരെങ്കിലും ഈ പ്രായത്തിൽ വരെ പറയോ അമ്മ വേഗം മരിക്കാനായിട്ട്? പറയോ ആരെങ്കിലും? ആഗ്രഹിക്കോ? അതാ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം. നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി അവസാനം എന്താ പറയുക, എല്ലാം വെന്റിലേറ്ററൊക്കെ വെച്ച് ആശുപത്രിക്കാർക്ക് കൊടുക്കാനുള്ള കാശ് മുഴുവനും കൊടുത്ത് കഴിഞ്ഞിട്ടേ ആളെ മുകളിലോട്ട് കൊണ്ടുപോകുള്ളൂ. എനിവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എനിവേ, അപ്പോൾ മനസ്സിലായി, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസം. സ്വർഗം എന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ വല്ലതും പറഞ്ഞോ? ഇപ്പം എന്താ നമ്മൾ പ്രാർത്ഥിച്ച്? ONDCOയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ആവശ്യമുള്ള ആ പാപികളെല്ലാം സ്വർഗത്തിലേക്ക്. അപ്പോൾ പാപികൾ സ്വർഗത്തിൽ പോവോ? അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യം. അവനൊരു വിശ്വാസമില്ല, അവൻ പാപിയാണ്, അവൻ വിശ്വസിക്കുന്നേ ഇല്ലെന്ന് വിചാരിച്ചോ, എങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ വിശ്വാസം കൊണ്ട് ഇയാൾ സ്വർഗത്തിൽ പോവോ? അത്രയ്ക്ക് ശക്തമാണ് മധ്യസ്ഥ പ്രാർത്ഥന, അത്രയ്ക്ക് ശക്തമാണ്. താങ്ക് യു. അത്രയ്ക്ക് ശക്തമാണ് മധ്യസ്ഥ പ്രാർത്ഥന. പക്ഷേ പോയിന്റ് ഇതാണ്, എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ പോകുന്നു. അങ്ങനെ ആര് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്കുന്ന ആൾക്ക് എന്ത് വിശ്വാസം ഉണ്ടാവണം? ഞാൻ കണിശമായിട്ട് സ്വർഗത്തിൽ പോകും. ഇപ്പം ഞാൻ പറയാറില്ല, എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്വർഗത്തിൽ പോണ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്ന ദിവസം, ഞാൻ മരിക്കണ ദിവസം, മരിക്കണേക്ക് മുമ്പ് തന്നെ സ്വർഗത്തിൽ ഭയങ്കര ബഹളമാണ്. എന്താ കുറേ ആൾക്കാർ വലിയൊരു ബാനറായിട്ട് പത്രോസിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഞങ്ങളുടെ തോമസ് പോൾ വരെയാണ്, അതുകൊണ്ട് ഞങ്ങളൊരു വെൽക്കം ബാനറൊക്കെ കെട്ടിയിട്ട് അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. എന്ത് പറയണം? അപ്പോൾ പത്രോസ് ചോദിച്ചത്, എന്ത് ബഹളം, നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കണം? ബഹളം ഉണ്ടാക്കണം, ഞങ്ങളുടെ തോമസ് പോൾ വരാണെന്ന്. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയേക്കണേ. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുൻപ് ഒരു വലിയ സമൂഹം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, വചനപ്രഘോഷണത്തിലൂടെയും സ്വർഗം എന്തെല്ലാം ആൾക്കാരാണ്, കറമ്പൻ, വെളുമ്പൻ, മഞ്ഞ, ചോമ്പൊക്കെ ഉണ്ട് അവിടെ.
എന്ത് പറയണം? അപ്പം ഇതാണ് നല്ല കള്ളൻ സ്വർഗത്തിൽ പോയതും തോമസ് പോൾ സ്വർഗത്തിൽ പോകണതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നല്ല കള്ളനെ എതിരേൽക്കാൻ അവിടെ ആരും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ പത്രോസ് ചോദിക്കും, എത്ര പേരെ നീ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടേക്ക്? അപ്പോൾ നമ്മൾ പറയണം, അയ്യോ ഞാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് പറയും. അപ്പോൾ ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനല്ല, അവൻ്റെ കൂടെ ഒരു വലിയ ജനത്തെ അവൻ മുൻകൂട്ടി അയച്ചിട്ട് അവനും കൂടെ പോകണം. ഓ, എന്ത് സന്തോഷമായിരിക്കും അത്! സന്തോഷം ഇപ്പോൾ തന്നെ തോന്നുന്നുണ്ടോ? അപ്പം നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾ എന്തോരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇൻഡോറിൽ നിന്ന് ഭോപ്പാലിലേക്ക് ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാറ് മുൻപിൽ, അതിന് തൊട്ട് മുമ്പിൽ റോട്ടിൽ നിൽക്കണ ഒരു ട്രക്കിൽ നിന്ന് ഡ്രൈവർ ഇങ്ങനെ ചാടി ഇറങ്ങുകയും വേറെ ഒരു ട്രക്ക് വന്ന് ആ ഇടിച്ചങ്ങ് കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മൾ നോക്കി നിൽക്കുക. ഡ്രൈവർ ചുമ്മാ എടുത്ത് ചാടി, ഈ ട്രക്ക് നോക്കിയില്ല, ഈ വണ്ടി അടിച്ച് അവനവിടെ വീണു. ആ ട്രക്ക് അടിച്ച് പിരിച്ച് പോവുകയാണ്. ഞങ്ങൾ വണ്ടി നിർത്തി, അവനിവിടെ മലന്ന് കിടക്കണം, ചാവാൻ പോകണം. ഞാനവിടെ ചെന്നിട്ട് യേശു കനാം പോലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവൻ മരിക്കണേക്ക് മുമ്പ് ഇവനെ അവൻ യേശുവിൻ്റെ പേര് പറഞ്ഞു. കണ്ടോ എത്ര ടൈമിങ്ങിലാണ് നമ്മളവിടെ കൊണ്ടിയെത്തത്. അപ്പം ഈ നമ്മളെ കർത്താവ് ഫിസിക്കലായിട്ടോ ആത്മാവിലൂടെയോ അനേകർക്ക് വേണ്ടി മരണനേരത്ത് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളുടെ കൻ്റെ. പിന്നെ അടുത്ത എന്താ പ്രാർത്ഥന? പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുണ്ടാകും. അപ്പം മാതാവും മാലാഖമാരും സകല വിശുദ്ധന്മാരും എല്ലാവരും ലോകത്തിലുള്ള പാപികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പോകുമോ?